അടുത്തേക്കാണ്. അമ്പലത്തില് ഏതാ അമ്പലം? സ്വാമിമഠം ഏതാ അമ്പലം? ശ്രീ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം. അതെവിടെയാ? ഓലയമ്പാടി. വലിയമ്പാടി. അപ്പോൾ നിന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വന്ന അമ്പലമാണ് അതെ, അല്ലേ? കണ്ണിന്റെ അമ്പലം. അതെ, ഇത് നേരെ കാണുന്നത് സ്വാമിമഠം. അതിൻ്റെ നമ്മുടെ പിറകിൽ കാണുന്നതാണ് അമ്പലം. അങ്ങ് ദൂരം അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള മറ്റ് ദേവീദേവന്മാരെ കുടിയിരുത്തിയ സ്ഥലം അല്ലേ? ഒരുപാട് ദേവന്മാരും ദേവിമാരും ഉണ്ട് ചുറ്റോടും അല്ലേ? മഹാദേവന്റെ അടുത്ത് ദേവിയുണ്ട്. ശിവന്റെ ഒരു ക്ഷേത്രമുണ്ട്, ദേവിയുടേതുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, അയ്യപ്പനുണ്ട്. ഗണപതിനെ കണ്ടിട്ടില്ല. ഗണപതി അതിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. ഗണപതി എപ്പോഴും മുമ്പിലല്ലേ ഉണ്ടാവുക. വൈകിട്ടൊരു രസം, മനസ്സിനൊരു കുളിർമ. പിറന്നാളല്ലേ അതുകൊണ്ടാണ്. ഓ ശരിയും തന്നെ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. 46 വയസ്സുകാരനായി ഇന്ന്. 46 കടക്കും. 46 വയസ്സുകാരനായിട്ടില്ല. 46 വയസ്സുകാരനാണെങ്കിൽ അടുത്ത വർഷം കൂടെ വേണോ. ഇപ്രാവശ്യം 46 വയസ്സിലേക്ക് 45 പൂർത്തിയായി 46 കടന്നു. ഈ 46 വർഷമായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷിക്കുന്നു. കാരണം ഓരോ ദിവസവും ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കണ്ടേ, എന്നാലേ ജീവിതത്തിന് അർത്ഥമുള്ളൂ അല്ലേ? നീ ഇങ്ങനെ ഹാപ്പി അല്ലേ? ഏതവസ്ഥകളിലും നമ്മൾ ഹാപ്പി ആയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവും അല്ലേ? അടിപൊളി അറ്റ്മോസ്ഫിയർ. ഇത് നേരെ പിറകിലൊരു കുളമുണ്ട്, ഒരു പാറക്കുളം. അതെ, ആമയും ഇതെല്ലാം ഉണ്ടാവുന്ന ഒരു പാറക്കുളം. ഈ സ്ഥലത്തിന്റെ പേര് തന്നെ മീൻകുളം എന്നാണ്. അപ്പോൾ കുറച്ചപ്പുറം ഒരു കുളമുണ്ട്. അവിടെ മീനൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയാണ് സംഭവം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവിറക്കാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ ബാബേ? ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ അന്നേരം വൺമാൻ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1000 മുകളിൽ വൺമാൻ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചില പൊടിപ്പ് സംഭവങ്ങളൊക്കെ ഞാൻ ഇടും അല്ലേ? ചില പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതിന് സമയവും സന്ദർഭവും അനുസരിച്ച് വരട്ടെ അല്ലേ മൊത്തേ? എൻ്റെ മുതലേ ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബരിമലക്ക് പോകേണ്ട ഒരു പരിപാടിയിലാണ്. 14-ാം തീയതി ഒക്കെ ശബരിമലക്ക് 5 മണിക്കാണ് തുറക്കുന്നത്. ഇപ്പോൾ 14-ാം തീയതി 5 മണിക്ക്. അപ്പം നമ്മൾ 14-ാം തീയതി രാവിലെ ഇവിടുന്ന് ശബരിമലക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പരിപാടി. അതിനിടയിൽ കുട്ടികളുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തിരിച്ചെത്തണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു അമ്പല ദർശനം അതെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും നമുക്കൊരു മൂകാംബിക യാത്രയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. തലക്കാവേരി ഒരു യാത്രയുണ്ട്, ത്രിവേണി സംഗമം ഒന്ന് പോകണം. ഇതൊക്കെ തന്നെയാണ് ജീവിതം അല്ലേ? നല്ല രസമുള്ള സംഭവമല്ലേ അല്ലേ? നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് നമുക്ക് ആത്മീയമായ ഒരു ഉണർവും അല്ലേ? നമ്മുടെ ചിന്തകൾക്ക് ഈ അല്ലേ ചോദിക്കുന്നത് ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലേ? അത് നമ്മൾ തെയ്യം പറയും അല്ലേ, എൻ്റെ വൈദങ്ങളേന്ന്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭ സായാഹ്നം നേരുന്നു. ഓക്കെ.